നെക്സ്റ്റ് ബെല്ലാപാഡുല മോഡൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോഡലാണ്. ദാറ്റ് മോഡൽ ഈസ് യൂസ്ഡ് ഫോർ അച്ചീവിംഗ് ദ കോൺഫിഡൻഷ്യാലിറ്റി. ഹിയർ the computer system is modeled as a state transition system. It is a form of multi-level security. It is support multi-level security. Next point is it uses mandatory access control. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ മാൻഡേറ്ററി ആക്സസ് കൺട്രോൾ എന്താണ്, ഡിസ്ക്രിഷണറി ആക്സസ് കൺട്രോൾ എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാൻഡേറ്ററി ആക്സസ് കൺട്രോൾ മീൻസ് അത് ഹൈലി സെക്യൂർ ആയിട്ടുള്ള ഒരു ഏരിയയിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആക്സസ് കൺട്രോളാണ്. എക്സാമ്പിൾ, ഇൻ കേസ് ഓഫ് മിലിറ്ററി ആപ്ലിക്കേഷൻ ഇൻഫർമേഷൻസ് ഹൈലി കോൺഫിഡൻഷ്യലാണ്, അവിടെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആക്സസ് കൺട്രോളാണ് മാൻഡേറ്ററി ആക്സസ് കൺട്രോൾ. ഇറ്റ് ഓൾസോ സപ്പോർട്ട് ഡിസ്ക്രിഷണറി ആക്സസ് കൺട്രോൾ. ഡിസ്ക്രിഷണറി ആക്സസ് കൺട്രോൾ മീൻസ് ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടെന്ന് സ്പെസിഫൈ ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു ടൈപ്പാണ് ഡിസ്ക്രിഷണറി ആക്സസ് കൺട്രോൾ. അത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ബെല്ലാപാഡുല മോഡൽ മെയിൻലി കോൺസെൻട്രേറ്റ് ഓൺ മാൻഡേറ്ററി ആക്സസ് കൺട്രോൾ, ബട്ട് ഇറ്റ് ഓൾസോ സപ്പോർട്ട് ദ ഡിസ്ക്രിഷണറി ആക്സസ് കൺട്രോൾ. നെക്സ്റ്റ് പോയിന്റ്, ദർ ഈസ് എ സെറ്റ് ഓഫ് സബ്ജക്ട്സ്. ഇപ്പോൾ ബെല്ലാപാഡുല മോഡലിൽ നമ്മൾ പറയാൻ പോകുന്ന എല്ലാ മോഡൽസിലും മെയിനായിട്ടും വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് the model contains set of subjects and the model contains set of objects. Subjects means users, individual or group of users നെ നമ്മൾ subject എന്ന് പറയുന്നത്. Then object means ഫയൽ ആവാം, any resources ആവാം, അതാണ് ഒബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Each state has objects. ഇനി each object has, ഓരോ ഒബ്ജക്റ്റിനും access metrics and the current access information. Next, there are state transition rules describing how a system can go from one state to another. നമ്മൾ ബെല്ലാപാഡുല മോഡൽ പറയണമെങ്കിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കുറച്ച് സബ്ജക്റ്റ് ഉണ്ട്, കുറച്ച് ഒബ്ജക്റ്റ് ഉണ്ട്. സബ്ജക്റ്റ് മീൻസ് യൂസേഴ്സ്, ഒബ്ജക്റ്റ് മീൻസ് ഫയൽസ് ആവാം, മെമ്മറി ആവാം, എനി റിസോഴ്സസ്. Then there is a set of rules ഉണ്ട് that describes system can go from എങ്ങനെയാണ് വൺ സ്റ്റേറ്റിൽ നിന്നും അനദർ സ്റ്റേറ്റിലേക്ക് സിസ്റ്റം പോകുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഈച്ച് സബ്ജക്റ്റ് ഹാസ് എ മാക്സിമൽ സെക്യൂരിറ്റി ലെവൽ ആൻഡ് ദ കറണ്ട് സെക്യൂരിറ്റി ലെവൽ. അതായത് ഓരോ സബ്ജക്റ്റിനെയും നമ്മൾ 4 സെക്യൂരിറ്റി ലെവൽസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. Subject has security levels. First one is top secret, second is secret, third one is confidential, and fourth one is unclassified. Top secret ആണ് highly confidential ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ടോപ്പ് സീക്രട്ട്, ദെൻ നെക്സ്റ്റ് ലെവൽ ഈസ് സീക്രട്ട്, ദെൻ കോൺഫിഡൻഷ്യൽ, ദെൻ അൺക്ലാസിഫൈഡ്. ഇപ്പോൾ ടോപ്പ് സീക്രട്ട് ഗ്രേറ്റർ ദാൻ സീക്രട്ട്, ഗ്രേറ്റർ ദാൻ കോൺഫിഡൻഷ്യൽ, ഗ്രേറ്റർ ദാൻ അൺക്ലാസിഫൈഡ്. എല്ലാ സബ്ജക്റ്റുകളും, അതായത് യൂസേഴ്സ് ഈ 4 ലെവലിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈച്ച് സബ്ജക്റ്റ് ഹാസ് എ മാക്സിമം സെക്യൂരിറ്റി ലെവൽ. ഒരു സബ്ജക്റ്റിന് മാക്സിമം സെക്യൂരിറ്റി ലെവലുണ്ട്. അതായത് ഇപ്പോൾ ഒരു യൂസർ 1ൻ്റെ മാക്സിമം സെക്യൂരിറ്റി ലെവൽ സീക്രട്ട് ആണെന്ന് വിചാരിക്കുക. ആൻഡ് എ കറണ്ട് സെക്യൂരിറ്റി ലെവൽ മീൻസ് ഇപ്പോൾ ഏത് ലെവലിലാണോ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കേസിൽ യൂസർ 1ൻ്റെ മാക്സിമം സെക്യൂരിറ്റി ലെവൽ സീക്രട്ടാണ്, പക്ഷേ യൂസർ 1 ഇപ്പോൾ നിൽക്കുന്നത് കോൺഫിഡൻഷ്യലാണ്. അതാണ് മാക്സിമം സെക്യൂരിറ്റി ലെവലും കറണ്ട് സെക്യൂരിറ്റി ലെവലും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഈച്ച് ഒബ്ജക്റ്റ് ഹാസ് എ ക്ലാസിഫിക്കേഷൻ ലെവൽ. നമ്മളിവിടെ പറയുന്ന 2 പോയിൻ്റാണ്. ഈച്ച് ഒബ്ജക്റ്റ് ഹാസ് എ ക്ലാസിഫിക്കേഷൻ ലെവൽ ആൻഡ് ഈച്ച് സബ്ജക്റ്റ് ഹാസ് എ സെക്യൂരിറ്റി ക്ലിയറൻസ് എന്നാണ് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. ക്ലാസിഫിക്കേഷൻ ആൻഡ് സെക്യൂരിറ്റി ലെവൽ അല്ലെങ്കിൽ സെക്യൂരിറ്റി ക്ലിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ലെവൽസുമാണ്. ഇപ്പോൾ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഈ 4 ലെവലിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലായിരിക്കും. ഇത്രയും ഓക്കെയാണ്. ഫസ്റ്റ് വൺ ഈസ് സെറ്റ് ഓഫ് സബ്ജക്റ്റ്, ദെൻ സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ഉണ്ടാവും. ഈച്ച് സബ്ജക്റ്റ് ഹാസ് എ ലെവൽ ഓർ ഈച്ച് ഒബ്ജക്റ്റ് ഹാസ് എ ക്ലാസിഫിക്കേഷൻ ലെവൽ. 4 ലെവൽസ് ആണുള്ളത്.
top secret, confidential and unclassified. The next point, clearance level. What do you mean by clearance level? Each subject has a clearance level nu paranju. Clearance level is the ability to have important information. The clearance level is measured from lowest to highest, include confidential, secret, top secret. The clearance level is assigned to a person you trust. അതായത് ഹൈലി ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് നമുക്ക് ഹൈ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കൊടുക്കാം, അതായത് ടോപ്പ് സീക്രട്ട് എന്നുള്ള ലെവലിലേക്ക് വിടാം. അപ്പം അങ്ങനെ ഓരോ സബ്ജക്റ്റിനും ഓരോ ലെവലുണ്ട്. ദെൻ നെക്സ്റ്റ്, elements of the Bella-Padula model. Elements of the Bella-Padula model. First, it contains subjects, objects. Next, there is an arrow mark that indicates subject can access to the object. The subject means user 1 can access file 1. Object means file 1. Based on some access matrix. Access matrix എന്നുള്ളൊരു ടോപ്പിക്ക് ഫസ്റ്റ് മൊഡ്യൂളിലുണ്ട്. ആക്സസ് മെട്രിക്സിനകത്ത് ഉദ്ദേശിക്കുന്നത് ഓരോ സബ്ജക്റ്റിനും എന്തൊക്കെ ആക്സസ് ചെയ്യാം. അതായത് സബ്ജക്റ്റ് 1, യൂസർ 1 ക്യാൻ ആക്സസ് ഫയൽ 1, ഓർ യൂസർ 1 ക്യാൻ റീഡ് ഫയൽ 1, ഓർ യൂസർ 1 ക്യാൻ റൈറ്റ് ഫയൽ 1. അപ്പം അങ്ങനെയുള്ള ഇൻഫർമേഷൻസാണ് ആക്സസ് മെട്രിക്സിലുള്ളത്. നെക്സ്റ്റ്, സെക്യൂരിറ്റി ലെവൽസ്. ദർ ആർ 4 types of security level, TS, S, C and U. Then subject has a maximum security level and a current security level. ഇത് ഓൾറെഡി പറഞ്ഞു. Then object has a level. അവിടെ കറണ്ട് മാക്സിമം ഇല്ല, ഒബ്ജക്റ്റിന് ഒരു ലെവലേ ഉള്ളൂ. ഇതാണ് elements of the Bella-Padula model. ഓക്കെ, ദെൻ നമ്മൾ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിലേക്ക് കയറുവാണ്. Bella-Padula model is defined by the following properties. There are 3 types of properties ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോർഷൻ. 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ സെക്യൂരിറ്റി പ്രോപ്പർട്ടി. സിമ്പിൾ സെക്യൂരിറ്റി പ്രോപ്പർട്ടി, that is SS property. This property states that a subject at one of the confidentiality is not allowed to read information at a higher level of confidentiality. ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സബ്ജക്റ്റ്, ദാറ്റ് മീൻസ് യൂസർ 1 is at a level of confidentiality. യൂസർ 1 ഇപ്പോൾ സീക്രട്ടിലാണെന്ന് വിചാരിക്കുക. സീക്രട്ട് is not allowed to read information at a higher level of confidentiality. അതിന് മുകളിലുള്ള ലെവലിൽ നിന്നും റീഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ടു റീഡ് ഇൻഫർമേഷൻ അറ്റ് ഹയർ ലെവൽ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി. ഹയർ ലെവൽ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ടോപ്പ് സീക്രട്ട് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സീക്രട്ടിലിരിക്കുന്ന ഒരു സബ്ജക്റ്റിനെ ടോപ്പ് സീക്രട്ടിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ റീഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് സംടൈംസ് റെഫേർഡ് ടു അസ് നോ റീഡപ്പ്. ഈ പോയിന്റ് ഓർത്തിരുന്നാൽ മതി, നോ റീഡപ്പ്. Then next property is star property. Star property means subject at one level of confidentiality is not allowed to write information to a lower level of confidentiality. മുകളിലിരിക്കുന്ന ഒരു സബ്ജക്റ്റിന് താഴെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിലേക്ക് റൈറ്റ് ഇൻഫോർമേഷൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് നോൺ ആസ് നോ റൈറ്റ് ഡൗൺ. ഒരു സബ്ജക്റ്റ്, അതായത് യൂസർ 1 ടോപ്പ് സീക്രട്ടിൽ ഇരിക്കുവാണെങ്കിൽ യൂസർ 1 cannot write file 1 at level secret. സീക്രട്ടിലിരിക്കുന്ന ഒരു ഫയൽ 1ലേക്ക് യൂസർ 1ന് ഒന്നും റൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് നോ റൈറ്റ് ഡൗൺ. The third point is discretionary security policy or DS property. An individual may grant to another individual access to a document based on their honest discretion. അതായത് ഒരു ഇൻഡിവിജ്വലിന് വേറൊരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ വേറൊരു ഡോക്യുമെൻ്റ് ആക്സസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ഓണേഴ്സ് ഡിസ്ക്രിഷൻ. എന്താണ് ഓണറിൻ്റെ റൈറ്റ്സ്, അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് മെയിനായിട്ടും വരുന്ന 3 പ്രോപ്പർട്ടീസ്. ഇനി ആ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് മാത്തമാറ്റിക്കൽ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യണമെന്നും അതിന് എക്സാമ്പിളുമാണ് നമ്മൾ നെക്സ്റ്റ് ബാക്കിയിൽ പറയാൻ പോകുന്നത്.
definition of Bella-Padula model in mathematics. First, a simple security property. Subject S with a clearance LS, CS may be granted to read access to object O with classification LOCO only if LS, CS greater than or equal to LO, CO. ഇത് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷനാണ്. അതെന്താണെന്ന് തൊട്ട് താഴെ പറഞ്ഞിട്ടുണ്ട്. ഇത് എ സബ്ജക്റ്റ് മേ ഓൺലി റീഡ് എ ഫയൽ if the security level of this subject greater than or equal to security level of object. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, സബ്ജക്റ്റ് ഓൺലി റീഡ് എ ഫയൽ എപ്പോഴാണ് റീഡ് ചെയ്യാൻ പറ്റുന്നത്? സെക്യൂരിറ്റി ലെവൽ ഓഫ് ദി സബ്ജക്റ്റ് ഗ്രേറ്റർ ദാൻ സെക്യൂരിറ്റി ലെവൽ ഓഫ് ദി ഒബ്ജക്റ്റ് ആയിരിക്കണം. അതായത് ഒബ്ജക്റ്റിൻ്റെ സെക്യൂരിറ്റി ലെവൽ സീക്രട്ട് ആണ് എങ്കിൽ സബ്ജക്റ്റിൻ്റെ സെക്യൂരിറ്റി ലെവൽ ടോപ്പ് സീക്രട്ടും ആണെങ്കിൽ പറ്റും. അപ്പോൾ ടോപ്പ് സീക്രട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീക്രട്ട് അങ്ങനെയാണെങ്കിൽ സബ്ജക്റ്റ് ക്യാൻ ആക്സസ് ദ ഒബ്ജക്റ്റ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഇതാണ്. സബ്ജക്റ്റ് എസ് വിത്ത് ക്ലിയറൻസ് LS, CS മേ ബി ഗ്രാൻറ്റഡ് റൈറ്റ് ആക്സസ് ടു ഒബ്ജക്റ്റ് O with classification LOCO only if LS, CS less than or equal to LO, CO. That means a subject is only allowed to write access to an object എപ്പോഴേ പറ്റത്തുള്ളൂ? if the security level of the object greater than or equal to clearance level of the subject. സെക്യൂരിറ്റി ലെവൽ ഓഫ് ദി ഒബ്ജക്റ്റ്, ഇവിടെ ഒബ്ജക്റ്റിൻ്റെ സെക്യൂരിറ്റി ലെവൽ ഇപ്പോൾ ടോപ്പ് സീക്രട്ട് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് സബ്ജക്റ്റിൻ്റെ സീക്രട്ടും ആണെങ്കിൽ പറ്റും. ഇപ്പോൾ സെക്യൂരിറ്റി ലെവൽ ഓഫ് ദി ഒബ്ജക്റ്റ് ഗ്രേറ്റർ ദാൻ ആയിരിക്കണം. ആദ്യത്തെ കേസിൽ സെക്യൂരിറ്റി ലെവൽ ഓഫ് ദി സബ്ജക്റ്റ് ഗ്രേറ്റർ ദാൻ ആയിരിക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ. ഇനി ഒരു എക്സാമ്പിൾ വെച്ച് നമുക്കത് ഇംപ്ലിമെൻറ്റേഷൻ പറയാം. ഇതിൻ്റെ കേസിൽ ഈ ഫിഗറിനെ നോക്കുക. സിമ്പിൾ സെക്യൂരിറ്റി പ്രോപ്പർട്ടി, സ്റ്റാർ പ്രോപ്പർട്ടി. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഒരു സബ്ജക്റ്റ് നമ്മൾ പറയുന്നുണ്ട്, ദെൻ 3 ലെവൽസ് പറയുന്നുണ്ട്: കോൺഫിഡൻഷ്യാലിറ്റി, സീക്രട്ട്, ടോപ്പ് സീക്രട്ട്. അപ്പോൾ ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. ദെൻ ഫസ്റ്റ് നമ്മൾ സിമ്പിൾ സെക്യൂരിറ്റി പ്രോപ്പർട്ടി, അതിനകത്ത് സബ്ജക്റ്റ് ക്യാൻ നോ, ഇവിടെ നമ്മൾ ഫസ്റ്റിലെ കേസിൽ നോ റീഡ് അപ്പ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് സബ്ജക്റ്റ് ക്യാനോട്ട് റീഡ് ഒബ്ജക്റ്റ് എ, മുകളിലുള്ളതിനെ റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സബ്ജക്റ്റ് ക്യാനോട്ട് റീഡ് ഒബ്ജക്റ്റ് ഓ, താഴെയുള്ളതിനെ റീഡ് ചെയ്യണതിന് കുഴപ്പമില്ല. അതാണ് സബ്ജക്റ്റ് ക്യാൻ റീഡ് ഒബ്ജക്റ്റ് സി. സിയും പറ്റും ബിയും പറ്റും, ഒരേ ലെവലിലുള്ളതും പറ്റും, താഴെയുള്ളതിനെയും റീഡ് ചെയ്യാൻ പറ്റും, പക്ഷേ മുകളിലേക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് സിമ്പിൾ സെക്യൂരിറ്റി പ്രോപ്പർട്ടി. റീഡാണ് അവിടെ മെയിനായിട്ടും വരുന്നത്. നെക്സ്റ്റ് സ്റ്റാർ പ്രോപ്പർട്ടിയിൽ റൈറ്റ് ആണ് വരുന്നത്. സ്റ്റാർ പ്രോപ്പർട്ടി എന്തായിരുന്നു? നോ റൈറ്റ് ഡൗൺ, ഡൗണിലേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒബ്ജക്റ്റ് സിയിലേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഏതിലൊക്കെ പറ്റും? ഒബ്ജക്റ്റ് ബിയിലും പറ്റും, ഒബ്ജക്റ്റ് എയിലും റൈറ്റ് ചെയ്യാൻ പറ്റും. ആർക്ക്? സബ്ജക്റ്റിന്. ഓക്കെ, ഇതാണ് എക്സാമ്പിൾ ഓഫ് സിമ്പിൾ സെക്യൂരിറ്റി ആൻഡ് സ്റ്റാർ സെക്യൂരിറ്റി. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടെ പറയാം. സെക്യൂരിറ്റി ലെവല് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കുക, താമര ക്യാൻ റീഡ് ഓൾ ഫയൽസ്. താമര ക്യാൻ റീഡ് ഓൾ ഫയൽസ്. ടോപ്പ് സീക്രട്ടാണ് നിൽക്കുന്നത്, നോ റീഡ് അപ്പ് എന്നാണ്. ടോപ്പ് സീക്രട്ടിന് മുകളിൽ ഇനി ആരുമില്ല, താഴെയുള്ള എല്ലാത്തിനെയും റീഡ് ചെയ്യാൻ പറ്റും. ദെൻ ക്ലെയർ ക്യാനോട്ട് റീഡ് പേഴ്സണൽ ഓർ ഇമെയിൽ ഫയൽസ്. ക്ലെയർ എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കുക, കോൺഫിഡൻഷ്യലാണ്. അപ്പോൾ കോൺഫിഡൻഷ്യൽ ആകുമ്പോൾ മുകളിലുള്ള ആരെയും റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നോ റീഡ് ഇമെയിലും പേഴ്സണലും. ഓൺലി ഏത് മാത്രമേ പറ്റുള്ളൂ? ടെലിഫോൺ മാത്രമേ പറ്റുള്ളൂ. ദെൻ ആലീസ് ക്യാൻ ഓൺലി റീഡ് ടെലിഫോൺ ലിസ്റ്റ്. ആലീസ് എവിടെയാണ്? അൺക്ലാസിഫൈഡിലാണ്. അപ്പോൾ ആലീസിന് മുകളിലുള്ള ആരെയും റീഡ് ചെയ്യാൻ പറ്റില്ല, ടെലിഫോൺ മാത്രമേ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഓൺലി റീഡിൻ്റെ എക്സാമ്പിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് റൈറ്റിൻ്റെ എക്സാമ്പിളൂടെ നോക്കാം. ഓക്കെ, ദെൻ ബെല്ലാപാഡുല മോഡലിൻ്റെ മേജർ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് കോൺഫിഡൻഷ്യാലിറ്റി ഓൺലി. ഇപ്പോൾ ഇവിടെ കോൺഫിഡൻഷ്യാലിറ്റി മാത്രമേ പറയുന്നുള്ളൂ, നോ ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓതൻറ്റിക്കേഷൻ. ദെൻ ദർ ഇസ് നോ മെത്തേഡ് ഫോർ മാനേജ്മെൻറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ലെവൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിന് പ്രത്യേക ഒരു പർട്ടിക്കുലർ മെത്തേഡ് ഓഫ് മാനേജ്മെൻറ്റ് ഇല്ല. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടും ബെല്ലാപാഡുല മോഡലിൽ വരുന്നത്. ഇനി ഇത് കൂടാതെ കുറച്ച് കാറ്റഗറീസും കൂടെ ബെല്ലാപാഡുല മോഡലിൽ ആഡ് ചെയ്തേക്കുവാണ്.
expand the model by adding set of categories. Each category describe a kind of information. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ ലെവൽ പറഞ്ഞു, അതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് പോവുകയാണ്, കാറ്റഗറീസും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ആ കാറ്റഗറീസ് ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളിൽ 3 കാറ്റഗറീസ് കൊടുത്തു, NUC, EUR ആൻഡ് US. ഇഷ്ടമുള്ള കാറ്റഗറീസ് കൊടുക്കാം. അപ്പോൾ ഇതൊരു 3 കാറ്റഗറീസ് കൊടുത്തു. അപ്പോൾ ആ കാറ്റഗറീസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ലാറ്റിസ് മോഡൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാമ്പിളിൽ ലാറ്റിസ് മോഡൽ നമ്മൾ വെറുതെ സബ്സെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ സബ്സെറ്റിൻ്റെ ഉപയോഗമുണ്ട്. ഇപ്പോൾ NUC, EUR, US ആണ് നമ്മുടെ ഇൻപുട്ട്. അങ്ങനെയാണെങ്കിൽ സബ്സെറ്റുകൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ അതിൻ്റെ സബ്സെറ്റ് ഇതാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സബ്സെറ്റിനെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻസ് കിട്ടും. അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ലാറ്റിസ് മോഡൽ യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ വരുന്ന മെയിൻ പോയിൻറ്റ്സിലേക്ക് കയറാം. ഹിയർ ദ സെക്യൂരിറ്റി ലെവൽ ഈസ് CS പെയർ. ഇവിടെ നമ്മൾ സെക്യൂരിറ്റി ലെവൽ എന്ന് പറയുന്നത് എന്താണ്, ക്ലാസിഫിക്കേഷൻ മാത്രമല്ല കാറ്റഗറിയും കൂടിയുണ്ട്. അപ്പോൾ ഹിയർ ദ സെക്യൂരിറ്റി ലെവൽ ഈസ് CS പെയർ. C മീൻസ് കാറ്റഗറിയും S മീൻസ് അതിൻ്റെ സെക്യൂരിറ്റി ലെവലുമാണ്. എക്സാമ്പിൾ, വില്യം ഹാസ് എ സെക്യൂരിറ്റി ലെവൽ S, EUR. S, EUR. S മീൻസ് സീക്രട്ടും EUR മീൻസ് അതിൻ്റെ കാറ്റഗറിയാണ്. അപ്പോൾ വില്യമിന് S എന്നുള്ള ലെവലിലാണ്, സീക്രട്ട് ലെവലിലാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഏത് മാത്രമേ ഉള്ളൂ, EUR എന്നുള്ളൊരു സബ് പാർട്ട് മാത്രമേ ഉള്ളൂ. EUR അല്ലെങ്കിൽ NUC അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ വരുവാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസിനനുസരിച്ചിട്ട് കാറ്റഗറീസ് മാറ്റാം. ദെൻ ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ഒരു പോയിന്റ് ഇതാണ്, ഡൊമിനേറ്റ് റിലേഷൻ. The security level L, C dominates the security level L, C dash if and only if L1, L dash less than or equal to L and C dash less than or equal to C. ഇതാണ് ഡൊമിനേറ്റ് റിലേഷൻ. അതെന്താണെന്ന് എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ദെൻ നോട്ട് ഡോം എന്ന് ഉദ്ദേശിച്ചേക്കുന്ന ഡൊമിനേറ്റ് റിലേഷൻ ഈസ് ഫോൾസ് എന്നാണ്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിളിലേക്ക് കയറാം. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു എക്സാമ്പിൾ ഇതാണെന്ന് വിചാരിക്കുക. ജോർജ് S, NUC, EUR. ദാറ്റ് മീൻസ് ജോർജിൻ സീക്രട്ട് ലെവലിലാണ്. ജോർജിൻ്റെ സബ് കാറ്റഗറീസാണ് NUC ആൻഡ് EUR. അപ്പോൾ ജോർജാണ് ഇവിടെ സബ്ജക്റ്റ്. ദെൻ ഇവിടെ 3 ഒബ്ജക്റ്റ് കാണിച്ചിട്ടുണ്ട്, ഡോക്ക് A, ഡോക്ക് B ആൻഡ് ഡോക്ക് C. ഡോക്ക് എയുടെ ക്ലാസിഫിക്കേഷൻ ലെവലുണ്ട്, C ആണ്, അതായത് കോൺഫിഡൻഷ്യലാണ്. അതിൻ്റെ സബ് കാറ്റഗറി NUC ആണ്. ദെൻ ഡോക്ക് B, S സബ് കാറ്റഗറി കൊടുത്തിട്ടുണ്ട്, ഡോക്ക് സിയുടെ സബ് കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ആർക്ക് എന്തൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ജോർജ് ഡോം എന്നുള്ളൊരു സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ്. ജോർജ് ഡോം. ഇനി ഡോക്യുമെൻറ്റ് A ആയിട്ട് പറ്റുമോ ഇല്ലയോ, അതായത് ആക്സസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡോം എന്ന് എഴുതുക, പറ്റില്ലെങ്കിൽ നോട്ട് ഡോം എന്ന് എഴുതുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ജോർജ് ഡോം ഡോക്കിയെ, ദാറ്റ് മീൻസ് ജോർജിന് ഡോക്കിയെ പറ്റും. അതെങ്ങനെ പറ്റുന്നതെന്ന് നോക്കുന്നത് നമ്മൾ പറഞ്ഞേക്കുന്ന ഇവിടെ ഒരു ഡെഫിനിഷനിൽ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് L dash C dash if and only if L dash less than or equal to L and C dash less than or equal to C. Then ഇവിടെ ജോർജിൻ്റെ ജോർജിൻ്റെ നോക്കുക, എന്താണ് ജോർജിൻ്റെ ലെവൽ S. ദെൻ എസിൻ്റെ താഴെ വരുന്നതായിരിക്കണം ഡോക്കിൻ്റെ ലെവല്. ഓക്കെ, എസ് ആദ്യം ജോർജിൻ്റെ നോക്കുക, ജോർജിൻ്റെ S ആണ്. ഡോക്കിൻ്റെ നോക്കുക, ഡോക്കിൻ്റെ C ആണ്. അപ്പം ഇങ്ങനെ ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. L dash ലെസ് ദാൻ ഓർ ഈക്വൽ ടു L ആയിരിക്കണം. L dash മീൻസ് ഇവിടെ C ആണ്, C ലെസ് ദാൻ ഓർ ഈക്വൽ ടു S. അപ്പം നിങ്ങൾ ആദ്യം L dash തന്നെ L എന്താണെന്ന് നോക്കുക. അപ്പോൾ L dash മീൻസ് C ആണ്, L മീൻസ് S ആണ്. അപ്പോൾ L ഡാഷിൻ്റെ വാല്യൂ C ലെസ് ദാൻ ഓർ ഈക്വൽ ടു S. അത് ഓക്കെ ആണല്ലോ, C ലെസ് ദാൻ ഓർ ഈക്വൽ ടു S ആണ്. ദെൻ രണ്ടാമത്തെ കേസ് എന്താണ്, C ഡാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു C. നോട്ട് ലെസ് ദാൻ സബ്സെറ്റ് ഓഫ് C ആണ്, സബ്സെറ്റ്. ഓക്കെ, സോറി, ഇവിടെ സബ്സെറ്റ് എന്നാക്കുക. സബ്സെറ്റ് ഓഫ് C ഡാഷ് ഈസ് എ സബ്സെറ്റ് ഓഫ് C. C ഡാഷ് എന്താണെന്ന് നോക്കിയേ, NUC. C എന്താ, NUC, EUR. അപ്പോൾ C ഡാഷ് NUC ഇസ് എ സബ്സെറ്റ് ഓഫ്
NUC, EUR. കറക്റ്റ് അല്ലേ? അപ്പം അങ്ങനെ വന്നാൽ ജോർജ് ഡോം ഡോക്കിയെ എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത് ജോർജ് നോട്ട് ഡോം ഡോക്ക് ബി. അതെങ്ങനെ കറക്റ്റായെന്ന് നോക്കിയേ. ജോർജിന് ഡോക്ക് ബി പറ്റത്തില്ല എന്ന്. എസ് അപ്പോൾ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് കറക്റ്റാണ്. നെക്സ്റ്റ് നോക്കിയേ, ഇവിടുത്തെ സി ഡാഷും ഇത് സിയും. EUR US ഈസ് എ സബ്സെറ്റ് ഓഫ് NUC EUR ആണോ? അല്ല. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയത് ജോർജ് നോട്ട് ഡോം ഡോക്ക് ബി. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ജോർജ് ഡോം ഡോക്ക് സി. ജോർജിൻ്റെ എന്താ? എസ്. ഡോക്ക് സിയുടെ എന്താ? എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ്. കുഴപ്പമില്ല. അടുത്ത് നോക്കിയേ, സി എന്ന് പറയുന്നത് NUC EUR. സി ഡാഷ് എന്താ? EUR. സി ഡാഷ് നോട്ട് ലെസ് ദാൻ സബ്സെറ്റ് ഓഫ് NUC EUR. കറക്റ്റ് ആണല്ലോ? EUR ഈസ് എ സബ്സെറ്റ് ഓഫ് NUC EUR. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ലാറ്റിസ് അല്ലെങ്കിൽ കാറ്റഗറി ലെവൽസ് യൂസ് ചെയ്തിട്ട്, കാറ്റഗറി സെറ്റ് യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയുന്നത്. അപ്പോൾ അത് ഡീപ്പ് ലെവലാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് സെക്യൂരിറ്റി ലെവൽസിനെ കുറിച്ചേ ഉള്ളൂ. 4 ലെവൽസാണ്. ടോപ്പ് സീക്രട്ട്, കോൺഫിഡൻഷ്യൽ ആൻഡ് അൺക്ലാസിഫൈഡ്. ഇനി അതും കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതാണ് കാറ്റഗറി സെറ്റ്. ഇത്രയാണ് ബെൽ ലാപാഡുല മോഡൽ. താങ്ക് യു ഫോർ വാച്ചിങ്.